ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നാളെ ഏപ്രിൽ 9, നാളെ നമ്മുടെ വോട്ടെടുപ്പ് ദിനമാണ്. ഓരോ വോട്ടറും കൃത്യമായും നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായി എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാലത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായും നിങ്ങളും വോട്ടുകൾ കൃത്യമായി വിനിയോഗിച്ച് ഏറ്റവും ശ്രദ്ധേയമായി തന്നെ UDF വോട്ടുകൾ നൽകി UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാണ് കൃത്യമായി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായി തന്നെ പല മേഖലയിലൊക്കെ പല നിയോജക മണ്ഡലങ്ങളിലൊക്കെ പോവുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാവുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ പല നിയോജക മണ്ഡലങ്ങളിലും എത്തിപ്പെടാനും അതോടൊപ്പം തന്നെ അതിൽ പങ്കുകൊള്ളാനൊക്കെ സാധിച്ചൊരു വ്യക്തി എന്നുള്ള നിലക്ക് കൃത്യമായും നമ്മൾ പങ്കെടുത്ത ഭാഗങ്ങളിലൊക്കെ UDF അനുകൂല തരംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായും എല്ലായിടത്തും UDF ഒരു അനുകൂല കാലാവസ്ഥയാണുള്ളത്. കൃത്യമായും അത് നിങ്ങൾ മനസ്സിലാക്കി UDF വോട്ടുകൾ നൽകി പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ മറ്റുള്ള ഇതര മണ്ഡലങ്ങളിൽ പ്രിയങ്കരനായ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും മറ്റുമൊക്കെ കൃത്യമായും പങ്കാളിത്തം വഹിച്ചു എന്നുള്ള വലിയ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത മണ്ഡലമായ മങ്കട നിയോജക മണ്ഡലത്തിൽ പ്രിയങ്കരനായ മഞ്ഞളാംകുഴി അലി സാഹിബിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലൊക്കെ സംബന്ധിക്കാൻ കഴിഞ്ഞു. കൃത്യമായി തന്നെ ഒരു വലിയ മാർജിനിൽ ബഹുമാന്യനായ മഞ്ഞളാംകുഴി അലി സാഹിബ് വൻ ഭൂരിപക്ഷം നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായും നല്ലൊരു മുന്നേറ്റം തന്നെ മങ്കടയിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ വലിയൊരു മുന്നേറ്റമുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 38 വോട്ടുകൾക്കാണ് പ്രിയങ്കരനായ നജീബ് കാന്തപുരം വിജയിച്ചത്. എന്നാൽ ഇപ്രാവശ്യം ഒരു 5000-ന് മുകളിലുള്ളൊരു ഭൂരിപക്ഷത്തിൽ എന്തായാലും നജീബ് സാഹിബും ഇവിടെ വിജയിച്ചിരിക്കും എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രതീക്ഷ. വോട്ടർമാരാണ് നമ്മളുടെ പ്രതീക്ഷ. നിങ്ങളൊക്കെ വോട്ടുകൾ നൽകി നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു നിയോജക മണ്ഡലം നമ്മൾ പങ്കെടുത്ത നിയോജക മണ്ഡലം പ്രിയങ്കരനായ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള സാഹിബ് മത്സരിക്കുന്ന മഞ്ചേരി നിയോജക മണ്ഡലം. മഞ്ചേരി നിയോജക മണ്ഡലത്തിലാണ് പിന്നീട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളികളായത്. വലിയ മുന്നേറ്റം തന്നെ ഉരുക്കുകോട്ട വൻ മുന്നേറ്റം നടത്തി വലിയ ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ മഞ്ചേരി കരുത്തോടെ വൻ മുന്നേറ്റം നടത്തി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള സാഹിബ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായും തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ പങ്കെടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് നല്ല ഊർജ്ജവും ഒക്കെ നൽകിക്കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലം നമ്മൾ പങ്കെടുത്ത ഒരു മണ്ഡലം പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഈ പ്രാവശ്യത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളിൽ ശ്രദ്ധേയമായ വനിതാ പ്രതിനിധികൾ, ഒന്ന് ഫാത്തിമ തഹ്ലിയയും മറ്റൊന്ന് ജയന്തി രാജനുമാണ്. അതിൽ ഫാത്തിമ തഹ്ലിയയുടെ പേരാമ്പ്ര മണ്ഡലത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളികളാവാൻ സാധിച്ചു. കൃത്യമായി തന്നെ അവിടെ പ്രിയപ്പെട്ട യുവാക്കളുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും സഹോദരിമാരുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും അതോടൊപ്പം തന്നെ അവർ നൽകുന്ന ആശ്വാസകരമായ വാക്കുകളും അവർ നൽകുന്ന പിന്തുണയും ഒക്കെ നമുക്ക് കാണുമ്പോൾ കൃത്യമായും പേരാമ്പ്രയിൽ UDF വൻ മുന്നേറ്റം നടത്തി പേരാമ്പ്ര നിയോജക മണ്ഡലം തിരിച്ചുപിടിച്ച് വൻ മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായും നല്ലൊരു വിജയം പേരാമ്പ്രയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ട അടുത്ത മണ്ഡലമായ കുറ്റ്യാടിയിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവിടെ പങ്കാളികളാവാൻ സാധിച്ചു. കൃത്യമായി തന്നെ വലിയ മുന്നേറ്റം നടത്തി ബഹുമാന്യനായ പാറക്കൽ അബ്ദുള്ള സാഹിബ് വലിയ മുന്നേറ്റം നടത്തി കൃത്യമായും അവിടെ
കഴിഞ്ഞ പ്രാവശ്യത്തിൽ വെറും 333 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഈ പ്രാവശ്യം വൻ മുന്നേറ്റം നടത്തി. ഇവിടെ പെരിന്തൽമണ്ണയിലുള്ളതിനേക്കാൾ അപ്പുറം വലിയൊരു മുന്നേറ്റമുണ്ടായി. 5000-ലധികം ഒരു വോട്ട് ജയിച്ചുകൊണ്ട് അദ്ദേഹം വലിയ മുന്നേറ്റം കുറ്റ്യാടിയിൽ അവിടെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായും തന്നെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കി കുറ്റ്യാടിയെ തിരിച്ചു പിടിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലമായ പ്രിയങ്കരനായ KM ഷാജിയുടെ വേങ്ങര നിയോജക മണ്ഡലത്തിലാണ് നമ്മൾ പിന്നീട് പ്രചരണത്തിൽ പങ്കെടുത്തത്. പ്രിയപ്പെട്ട KM ഷാജിയുടെ വേങ്ങര മണ്ഡലം കൃത്യമായും തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബഹുമാനനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് 30,500 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. അതിൽ കൂടുതൽ ഒരു വലിയ മുന്നേറ്റം നടത്തി വൻ ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ ബഹുമാനീയനായ KM ഷാജി കേരള നിയമസഭയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. UDF വരാൻ പോകുന്ന UDF കൃത്യമായി തന്നെ ഭരണ സംവിധാനത്തിൽ കൃത്യമായ പങ്കാളിത്തത്തോടു കൂടെ തന്നെ UDF വൻ മുന്നേറ്റം നടത്തി ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാക്കുകൾ കടമെടുത്താൽ കൃത്യമായും 100 സീറ്റ് അപ്പുറം നേടിക്കൊണ്ട് UDF സംവിധാനം വലിയ മുന്നേറ്റം നടത്തി കൃത്യമായി ഭരണം ഉറപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടും കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് UDF സംവിധാനത്തിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തുമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലൊക്കെ നമുക്ക് യാത്രയിലൊക്കെ കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ, മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സഞ്ചരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നല്ലൊരു ഊർജ്ജം തന്നെ ഈ മേഖലയിലൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. കൃത്യമായി തന്നെ വൻ മുന്നേറ്റം നടത്താൻ ഈ ഒരു സമയം ഏറ്റവും UDFന് അനുകൂല ഘടകമുള്ള ഒരു സമയമാണ്. അത് ഉപയോഗപ്പെടുത്താൻ എല്ലാവരും തയ്യാറാണെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നാളത്തെ പോളിംഗ് ബൂത്തിൽ ഒരാൾ പോലും ഒഴിവാകാതെ വോട്ടുകൾ ചെയ്ത് ഭൂരിപക്ഷം ഓരോ സ്ഥാനാർത്ഥികളെയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഈ വോട്ടെടുപ്പിൽ പങ്കാളികളാവണമെന്ന് കൂടി ഒരു വോട്ടർ എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു സംഘാടകൻ എന്നുള്ള നിലക്ക് ഒരു സ്റ്റേറ്റ് ഭാരവാഹി എന്നുള്ള നിലക്ക് ഈ ഭാഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി നിങ്ങളുടെ മുന്നിൽ അറിയിക്കുകയാണ്. പ്രിയങ്കരനായ മഞ്ഞളാംകുഴി അലി സാഹിബ് മങ്കടയിൽ നിന്ന് മത്സരിക്കുന്ന മഞ്ഞളാംകുഴി അലി സാഹിബിൻ്റെ വീട്ടിൽ വോട്ടർ മഞ്ഞളാംകുഴി അലി സാഹിബിൻ്റെ മങ്കടയിലും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുറ്റ്യാടിയിലെ പാറക്കാട് അബ്ദുള്ളയുടെ മണ്ഡലത്തിലും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഫാത്തിമ തഹരിയ മത്സരിക്കുന്ന പേരാമ്പ്രയിലും, അതുപോലെ തന്നെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള സാഹിബ് മത്സരിക്കുന്ന മഞ്ചേരിയിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമുക്ക് പങ്കാളികളാവാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും UDFന് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF.